അടൂർ ഗോപാലകൃഷ്ണനെ തൂക്കിലേറ്റിയാൽ മാത്രമേ നീതി കിട്ടുള്ളൂ എന്ന ധാരണയിലാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ. അത്യപാരമായ സർഗശേഷി ഉറഞ്ഞു കിടക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു സർഗശേഷി പുറത്തെടുക്കാൻ പറ്റിയ അവസരമാണ് ഈ വർത്തമാനകാലം. എന്നാൽ അതിന് പൂർണ്ണമായിട്ടും തടസ്സം നിൽക്കുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു മതിൽ എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. നമസ്കാരം. അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഫിലിം കോൺക്ലേവിൽ പറഞ്ഞത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നു. കേരളത്തിൻ്റെ അടിയന്തര വിഷയമായി മാറിയിരിക്കുന്നു. ഇത് വിഷയമായി മാറിയതല്ല, മാറ്റിയതാണ്. അത് മാറ്റിയതാകട്ടെ കേരളത്തിലെ മാധ്യമങ്ങൾ. എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഇത് മാറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ എഡിറ്റർമാരില്ലാത്ത മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകരുടെ, കാരണം മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം മാധ്യമ പ്രവർത്തകരാകുന്ന ആ വിഭാഗത്തിൻ്റെ സർഗശേഷിയുടെ ദാരിദ്ര്യം കൊണ്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ അടൂർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വളരെ ലളിതമാണ്. അതായത് അദ്ദേഹവും കൂടെ രൂപം കൊടുത്തതാണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് സിനിമ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സഹായധനം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, അവരുടെ സർഗശേഷി കൂടുതൽ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ വിനിയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, കാരണം അവർക്ക് പരിശീലനം കൊടുക്കണം. ഒരു കഴിവ് ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട സിനിമ എടുക്കാൻ താല്പര്യമുള്ളവരുടെ കഴിവ് വർദ്ധിപ്പിക്കണം. അതിന് ഗവൺമെൻറ് സഹായം ചെയ്യണം. ഇത്ര മാത്രമേ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടതിൻ്റെ കാമ്പ് ഇതുള്ളൂ. അതായത് കഴിവ് കൂട്ടണം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ എക്സ്പീരിയൻസ്, അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല പ്രൊഡ്യൂസർമാരെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലുള്ള ചലച്ചിത്ര നിർമ്മാതാവിന് ഇന്ന് യഥാർത്ഥത്തിൽ ഫണ്ട് ഒരു പ്രശ്നവുമല്ല. എന്നാൽ ഇവിടെ 1.5 കോടി റുപ്യ ഒരാൾക്ക് കൊടുക്കുന്നു. ഈ 1.5 കോടി കൊണ്ട് ഒരു സാധാരണ സിനിമ, ഇപ്പം മോഹൻലാലിനെ മമ്മൂട്ടിയോ അതല്ലെങ്കിൽ പൃഥ്വിരാജിനെ വെച്ചെടുക്കുന്ന പോലുള്ള സിനിമ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ കുറഞ്ഞ ബജറ്റിലാണ് സിനിമ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ കുറഞ്ഞ ബജറ്റിൽ സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ സാങ്കേതികമായ ആ ഒരു വിജ്ഞാനവും സിനിമയെക്കുറിച്ചുള്ള അറിവും നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ കുറഞ്ഞ സിനിമയിൽ, ഇപ്പം സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ ധനസഹായം വെച്ചുകൊണ്ട് പിന്നെ പുറമേ നിന്നും ധനം കണ്ടെത്തിയേ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു പരിമിതമായ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് മികച്ച ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ യഥാർത്ഥത്തിൽ നല്ല കലാകാരന്മാരും കലാകാരികളും അവിടെ നിന്നുണ്ടായി വരും. മാത്രവുമല്ല, ഇതിപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന സിനിമ ഈ 1.5 കോടി റുപ്യ കൊടുക്കാൻ അല്ലെങ്കിൽ അതിനർഹമായ ആൾക്കാർക്ക് മാത്രം കൊടുക്കണമെന്നല്ല അടൂർ പറഞ്ഞത്. ഈ വിഭാഗത്തിൽപ്പെട്ട താല്പര്യമുള്ളവർക്ക്, സ്ത്രീകൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നല്ല പരിശീലനം കൊടുത്തിട്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ കിടക്കുന്ന താളബോധം, അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചില മിത്തുകൾ, അതേപോലെ തന്നെ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ പട്ടിക വിഭാഗത്തിൻ്റെതല്ല, പട്ടിക വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൻ്റെയോ മാത്രമേ അല്ലത്. അത് യഥാർത്ഥ കേരളം എന്ന് പറയുന്ന മണ്ണിൽ ലയിച്ച് കിടക്കുന്ന കേരളത്തിൻ്റെ ഒരു സംസ്കൃതി, ആ DNA അടങ്ങിയിട്ടുള്ള സംസ്കൃതി, ആ DNA അടങ്ങിയിട്ടുള്ള സംസ്കാരം ശരിക്കും അതിനെ വെള്ളമൊഴിച്ച് വളർത്തി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു അവസരമാണത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത് പരിശീലനം കൊടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടെ കലയോടോ അതല്ലെങ്കിൽ കഴിവിനോടുള്ള ആഭിമുഖ്യമോ അല്ല ഇവിടെ വിഷയമായിരിക്കുന്നത്. മറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാടില്ല. മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ, സാമുദായിക, ജാതി, മത പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് വേണം സംസാരിക്കേണ്ടത് എന്നാണ് മാധ്യമങ്ങൾ ഈ വിവാദത്തിലൂടെ ഊതി വീർപ്പിച്ച് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ഈ ഒരു എല്ലാത്തിനെയും ജാതിയുടെയും മതത്തിൻ്റെയും
ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് കാണുന്നതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാണ് ചില ഈ സ്വയം പണ്ഡിതന്മാരെന്ന് കരുതുന്ന മാധ്യമ പ്രവർത്തകർ പോലും കരുതുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ യഥാർത്ഥ കേരളത്തിൻ്റെ, ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് ഒരുപാട് ഈ വിദേശ നമ്മളുടെ കൊളോണിയൽ സംസ്കാരത്തിനെ ഏറ്റുവാങ്ങിയിട്ടും അതിനുശേഷം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷവും നമ്മൾ യഥാർത്ഥത്തിൽ കൊളോണിയൽ സംസ്കാരത്തിനെ കൂടുതൽ നമ്മൾ ആവേശപൂർവ്വം ആലിംഗനം ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ സാഹിത്യവും സംസ്കാരവും നമ്മളുടെ പെരുമാറ്റ രീതികളും സംസ്കാരവും ഒക്കെ ഇപ്പറയുന്ന മാധ്യമങ്ങളിലൂടെയും ബുദ്ധിജീവികളിലൂടെയും ഒക്കെ ഈ കൊളോണിയൽ സംസ്കാരത്തെ ഏറ്റുവാങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് കേരളത്തിൻ്റെ തനത് കേരളത്തിന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ കേരളം എന്ന് പറയുന്നത് ഇപ്പോഴും ഉറഞ്ഞു കിടക്കുന്നത് ഈ വിഭാഗങ്ങളിലാണെന്നുള്ളതാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ തനത് സ്വരൂപം, തനത് ഭാവം പുറത്തെടുക്കുന്നതിന് ഈ അടൂർ പറഞ്ഞ നിർദ്ദേശം വളരെ സർഗാത്മകവും ക്രിയാത്മകവുമായ ഒന്ന് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് അത്തരത്തിൽ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ, താല്പര്യമുള്ളവരെ തിരഞ്ഞെടുത്ത് പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഈ പറഞ്ഞതുപോലെ സർഗശേഷിയുള്ളവർക്ക് ഈ സാങ്കേതിക ജ്ഞാനവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, കാരണം സിനിമ എന്ന് പറയുന്നത് സാങ്കേതിക ഒരു മികവിൻ്റെ പശ്ചാത്തലത്തിൽ തെളിയുന്ന ഒരു കലയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എത്രയധികം അറച്ചു നിൽക്കുന്നവർക്ക്, അതല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തള്ളപ്പെടുന്ന എത്രയോ പ്രഗത്ഭരുണ്ടായിരിക്കാം, അങ്ങനെയുള്ളവർക്ക് കൂടി അവസരം ലഭ്യമാക്കുന്നതാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഈ ഒരു നിർദ്ദേശം. അദ്ദേഹം പറഞ്ഞതിൽ യഥാർത്ഥത്തിൽ ഈ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ ആ മൂടുപടം മാറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സർഗാത്മകമായ, ശരിക്കും പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വളരെ അനുകൂലമായ, പൊതുവിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഗുണകരമായ ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്.